ഇന്നിവിടെ നമുക്ക് മോഡം റൗട്ടർ റീസെറ്റിങ്ങിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മളൊരു ടെക്നീഷ്യനാണ് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മോഡം റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, റൗട്ടർ റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് റീസെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ONU, അതായത് ഒരു ഫൈബറിൻ്റെ ONU, അതായത് ഫൈബർ കണക്ട് ചെയ്യുന്ന ഒരു ഫൈബർ ONUവും അതുപോലെ തന്നെ സെയിം ഒരു റൗട്ടറും ഇവിടെയുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഈ റീസെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു റൗട്ടറിനെ സംബന്ധിച്ച് അതായത് റീസെറ്റ് ബട്ടണുകൾ രണ്ട് വിധത്തിലാണ് വരുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ അതൊരു ബട്ടണായിരിക്കും, ഇതുപോലത്തെ ഒരു റീസെറ്റ് ബട്ടണായിരിക്കും. അതുപോലെ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഹോളായിരിക്കും. ഇതൊരു റീസെറ്റ് ഹോളാണ്. അപ്പോൾ ഈ റീസെറ്റ് ഹോൾ അല്ലെങ്കിൽ റീസെറ്റ് ബട്ടൺ ആയിരിക്കും നോർമലി വരുന്നത്. അപ്പോൾ റൗട്ടറിലായാലും ONUയിലായാലും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ റൗട്ടറിൽ നമ്മൾ റീസെറ്റ് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കി, ഇതിനകത്ത് തൊട്ട് മുകളിൽ WPS എന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ താഴത്തെ റീസെറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ WPS എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, WPS നമ്മളൊരു എക്സ്റ്റൻഡറുമായിട്ട്, അതായത് ഈ റൗട്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മോഡത്തിനെ നമ്മൾ ONUവിനെ നമ്മൾ ഒരു എക്സ്റ്റൻഡറായിട്ട് കോൺഫിഗറേഷൻ എക്സ്റ്റൻഡറുമായിട്ട് പെയർ ചെയ്യുമ്പോൾ, അതായത് വേറൊരു എക്സ്റ്റൻഡർ വെച്ചിട്ട് അതുമായിട്ട് പെയർ ചെയ്യുമ്പോഴാണ് ഈ WPS വരുന്നത്. പക്ഷേ റീസെറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? റീസെറ്റ് ചെയ്യുന്നതിൽ നമുക്ക് കംപ്ലീറ്റ്ലി രണ്ടാമതൊന്ന് കോൺഫിഗറേഷൻ ചെയ്യാൻ നേരത്താണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അപ്പോൾ ഈ WPSും റീസെറ്റും ഒരു ബട്ടണാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനകത്ത് നോർമലി റീസെറ്റിന് ഒറ്റ പ്രസ് ചെയ്താൽ മതിയാവും. അതായത് ഒരു പ്രസ് ചെയ്യുമ്പോൾ ഇത് WPSലോട്ട് പോകും. ഓക്കെ, ഒരൊറ്റ പ്രസ് ചെയ്യുമ്പോൾ ഇതൊരു WPSലോട്ട് പോവുകയും ഇവിടെ നമുക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണുകയും ചെയ്യും. അപ്പോൾ അതേസമയം നമുക്ക് റീസെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക, അതായത് ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. ഈ ഒരു 20 സെക്കൻഡ്സ് ഈ റീസെറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അങ്ങനെയാണ് ഇത് റീസെറ്റ് ചെയ്യുന്നത്. ഓക്കെ, 20 സെക്കൻഡ്സ് റീസെറ്റ് ബട്ടണിൽ ഞെക്കി പിടിക്കുക. അതുപോലെ തന്നെ റീസെറ്റ് ഹോൾ ആണെങ്കിലും നമ്മളൊരു സിം ഇജക്ടർ പോലെയുള്ള ഒരു ടൂൾ ഇട്ടിട്ട് ഈ ഒരു ഹോളിൽ നമ്മളൊരു 20 സെക്കൻഡ്സ് നമ്മളത് ബലമായിട്ട് അമർത്തി പിടിക്കുമ്പോൾ നമുക്ക് ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. അതിനകത്തൊക്കെ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്ത് കാണാം, റീസ്റ്റാർട്ട് ആവുന്നതും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ റീസെറ്റ് ഹോളായാലും ശരി റീസെറ്റ് ബട്ടൺ ആയാലും ശരി, രണ്ടായാലും നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് ഒരു എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് എല്ലാ റൗട്ടറിലും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ചില റൗട്ടറിൽ കുറേ നേരം കുത്തി പിടിച്ചിട്ടുണ്ടെങ്കിലും, അതായത് വെറുതെ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിലും അത് റീസെറ്റ് ആകില്ല. എന്നാൽ ചിലതിൽ കുറച്ച് നേരം ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് റീസെറ്റ് ആവും. അപ്പോൾ ഇതിനകത്തൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഓരോ റൗട്ടറിനും ഓരോ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു 20 സെക്കൻഡ്സ് നമ്മളത് ഞെക്കി പിടിക്കുക, ആദ്യം തന്നെ അത് അമർത്തി പിടിക്കുക, എന്നിട്ട് ഒന്ന് നോക്കുക റീസെറ്റ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലതിലൊക്കെ ഒരു ഡബിൾ പ്രസ് ആയിരിക്കും, ഇങ്ങനെ ടിക് രണ്ട് ഡബിൾ പ്രസ് പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റീസെറ്റ് ആവും. അതുപോലെ തന്നെ ഇതിനകത്ത് വേണമെങ്കിൽ റീസെറ്റ് ഹോളിലാണെങ്കിൽ 2 പ്രാവശ്യം 2 കുത്ത് അടുപ്പിച്ച് പ്രസ് ചെയ്യുക, ഡബിൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോഴും ഈ ഒരു റൗട്ടർ അല്ലെങ്കിൽ മോഡം റീസെറ്റായിട്ട് വരാം. പിന്നെ നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സൈറ്റിൽ ചെല്ലുമ്പോൾ, അതായത് ഇപ്പോൾ നിങ്ങളൊരു സൈറ്റിൽ വൈഫൈ എക്സ്റ്റൻഷനോ മറ്റൊക്കെ ചെല്ലുകയാണ്. അപ്പോൾ റൗട്ടറിൽ നിങ്ങൾ അവിടെ ഒരു റൗട്ടർ, ഇപ്പോൾ നെറ്റ്ലിങ്കിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ GXൻ്റെ ഒക്കെ ഒരു റൗട്ടർ അവിടെ കാണുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ വിചാരിക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്നിട്ട് ആ ഒരു റൗട്ടർ എന്തെങ്കിലും കാര്യത്തിൽ ഇതോ വൈഫൈ കിട്ടുന്നില്ല അല്ലെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ ചെന്ന് നമ്മൾ റീസെറ്റ് ചെയ്യരുത്. കാരണം റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ പോയാൽ രണ്ടാമത് കോൺഫിഗറേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ONU സംബന്ധിച്ച് കോൺഫിഗറേഷൻ ചെയ്യണമെങ്കിൽ അത് ISPയുടെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. കാരണം യൂസർ നെയിം പാസ്വേഡൊക്കെ ചോദിക്കും. അൺലെസ് ഏഷ്യനെറ്റ് പോലത്തുള്ള ISPസിനൊന്നും അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഡിഫോൾട്ട് വൈഫൈയുടെ പേരും പാസ്വേഡിലോട്ട് മാത്രമാണ് ONU പോവുകയുള്ളൂ. നമുക്കത് അവിടുത്തെ കോൺഫിഗറേഷൻ ചെയ്തെടുക്കാം. പക്ഷേ ബാക്കിയുള്ള ISPകളിലൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്താൽ അതിൻ്റെ വീണ്ടും PPPoE യൂസർ നെയിം പാസ്വേഡൊക്കെ എൻ്റർ ചെയ്തിട്ട് വേണം അത് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓടിച്ചെന്ന് നമ്മൾ ഒരു ONUവിനെ ഓടിച്ചെന്ന് റീസെറ്റ് ചെയ്യരുത്. അത് പക്ഷേ നമ്മൾ റൗട്ടർ നമ്മൾ വെച്ച റൗട്ടറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച റൗട്ടേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാം, കുഴപ്പമില്ല. റീസെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ തന്നെ അതിൻ്റെ ഡിഫോൾട്ടായിട്ട് വരുന്ന IP അഡ്രസ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് IP അഡ്രസ്സായിട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ ഇതിനകത്ത് അതിൻ്റെ IP അഡ്രസ്സ് കയറി കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്മിൻ എന്നാണ് യൂസർ നെയിം, പാസ്വേഡ് എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. നോർമലി റൗട്ടറുകളുടെയൊക്കെ പാസ്വേഡ് 192.168.0.1 ആണ് വരുന്നത്. അതുപോലെ തന്നെ ONUസിൻ്റെ റൗട്ടേഴ്സ് മോഡത്തിൻ്റെയൊക്കെ 192.168.1.1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് റൗട്ടറിൻ്റെ നമുക്ക് റീസെറ്റ് ചെയ്ത് ഇതിൻ്റെ പുറകിൽ കാണുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് 0.1 കയറി യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഈ ഒരു റൗട്ടറിൻ്റെ പേജ് കയറുകയും നമുക്കത് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്നാൽ അതുപോലെ
ഇതുപോലെ നമുക്ക് ഈ ഒരു ONU കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കണമെന്നില്ല. ONU കോൺഫിഗറേഷൻ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ISP സൈഡിൽ എംപ്ലോയി ആയിരിക്കണം, നിങ്ങൾക്ക് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അറിയായിരിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതറിയില്ലെങ്കിൽ അതിന് സപ്പോർട്ടിങ് കിട്ടുമെങ്കിൽ മാത്രം ചെയ്യുക. ഇല്ലാത്ത പക്ഷം നമ്മളത് ONU റീസെറ്റ് ചെയ്യാൻ നിൽക്കരുത്. അതായത് നമ്മുടെ ആ ഒരു മെയിൻ മോഡം, അതായത് ഫൈബർ വന്ന് കയറുന്ന ആ ഒരു മോഡം റീസെറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മൾ കൂടുതൽ റൗട്ടർ ആയിരിക്കണം റീസെറ്റ് ചെയ്യുന്നത്, അല്ലാത്ത പക്ഷം ചെയ്യരുത്. ഓക്കെ, അതാണ് റീസെറ്റിൽ വരുന്നത്. പിന്നെ റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഒരു വൈഫൈ കണക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ആവുന്നില്ല, അങ്ങനെ ഒരുപാട് ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ റൗട്ടേഴ്സ് നമുക്ക് അങ്ങനെ റീസെറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ റീസെറ്റ് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ പലപ്പോഴും നമുക്ക് ഈ റൗട്ടേഴ്സൊക്കെ റീസെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അവർ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ആവണമെന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലതിൽ ഒരു ഡബിൾ പ്രസ്സൊക്കെ കൊടുക്കേണ്ടി വരും. നമുക്ക് 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു മനസ്സിലാവും ഏതിൽ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഓരോ മോഡലിൽ നമുക്കത് മനസ്സിലാവും. നോർമലി 20 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് പിടിക്കാൻ തന്നെയാണ് പറയുന്നത്. പിന്നെ WPS ആ ഒരു പെയറിംഗ് ബട്ടൺ കണ്ടാൽ നിങ്ങളത് പേടിക്കേണ്ട. അത് ഒറ്റ ഞെക്ക്, അതായത് ഒറ്റ പ്രാവശ്യം അമർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം WPS പോകുള്ളൂ. ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ WPSലെല്ലാം റീസെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ റൗട്ടർ ആയാലും ONU ആയാലും ഫൈബർ ONU ആയാലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റീസെറ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ്.